ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാജീവ് ഇപ്പോൾ സുഗതൻ മേനോനെ അന്വേഷിച്ച് അവന്തികയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ജീവപര്യന്തം മാത്രമാണ് നിങ്ങളുടെ തലയിലുള്ളത്. അതൊരു കൊലക്കയറാക്കി ഞാൻ ഇയാളുടെ കഴുത്തിൽ ഇട്ട് തരും. തൂക്കുമരത്തിൻ്റെ അറ്റത്ത് നിങ്ങളെ ഞാൻ കൊണ്ടു നിർത്തും. എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. അബദ്ധത്തിലാണെങ്കിലും അയാളെ തട്ടിക്കൊണ്ടുവന്ന് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അയാളെ വിട്ടോണം എന്ന് രാജീവ് പറയുന്നു. ഇല്ലെങ്കിൽ ഒരറ്റത്ത് നിന്നും ഞാൻ പൊളിച്ചെടുക്കും ഞാൻ. ഇത്രയും പറഞ്ഞ് മൂർത്തിയുടെ കരണത്തിനിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് രാജീവ്. ഇത് ഞാൻ പറഞ്ഞത് മറക്കാതിരിക്കാൻ മനസ്സിലായോ എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ട് അവന്തിക പറയുന്നുണ്ട്, അയാൾ രണ്ടും കൽപ്പിച്ചാണ്. എന്തൊക്കെയോ സൂചന അയാൾ മണത്തറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് സുഗതൻ മേനോനെ മറ്റൊരു താവളത്തിലേക്ക് മാറ്റണം. എന്നോടുള്ള അയാളുടെ അവസാനത്തെ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ എന്നെ വീഴ്ത്തുന്നതിന് മുന്നേ എല്ലാത്തിനെയും ഞാൻ വീഴ്ത്തിയിരിക്കും എന്നും അവന്തിക പറയുന്നു. ശേഷം ഇപ്പോൾ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഗോകുൽ ഇപ്പോൾ ഗൗരിയെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അർച്ചന ചോദിക്കുന്നുണ്ട്, മോളെന്തെങ്കിലും പറഞ്ഞോ, കണ്ണു തുറന്നോ, എന്താ ഗോകുലൊന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. ഏയ്, മോൾക്കൊരു കുഴപ്പവുമില്ല, നമ്മുടെ മോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ വിചാരിച്ചത് അവളെ ഞാൻ വിളിക്കുമ്പോൾ അവളെൻ്റെ ശബ്ദം തിരിച്ചറിയുമെന്ന്. അവൾ കണ്ണു തുറന്നാൽ ആദ്യം എന്നെ അന്വേഷിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മോള് ഗൂഗിളിനെ തിരിച്ചറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, അവൾ എങ്ങനെ തിരിച്ചറിയാനാ ഈ അബോധാവസ്ഥയിൽ. പക്ഷേ ഞാൻ അവളുടെ തൊട്ടരികിലിരുന്ന് കൈ പിടിച്ചു അടുത്തിരുന്ന് ഞാൻ വിളിച്ചു. പക്ഷേ അവൾ എൻ്റെ ശബ്ദം പോലും തിരിച്ചറിഞ്ഞില്ല. ബോധമില്ല, കണ്ണും തുറന്നിട്ടില്ല. എന്നിട്ടും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് അമ്മയെന്നാണ്. തന്നെയാണ് അവൾ അന്വേഷിച്ചത്. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അമ്മ കൊടുക്കുന്ന ആത്മവിശ്വാസത്തെക്കാളും സ്നേഹത്തിനേക്കാളും മറ്റൊന്നും കിട്ടാനില്ല. അവൾ മരണത്തോട് മല്ലടിക്കുമ്പോഴും അവൾ അന്വേഷിച്ചത് മരുന്നല്ല, അച്ഛനെയല്ല, അവളുടെ അമ്മയാണ്. എൻ്റെ മോളിപ്പോൾ തൻ്റെ സാമീപ്യം, തൻ്റെ സ്നേഹമൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. താൻ അവളുടെ അടുത്തൊന്ന് ഇരുന്നാൽ മതി, അവളുടെ എല്ലാ വേദനയും മാറും. തൻ്റെ ശബ്ദം കൊണ്ട് നമ്മുടെ മോള് ബോധത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ ഗൂഗിൾ പറയുന്നു. അച്ഛൻ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഗൗരിമോളുടെ അമ്മയെന്നുള്ള സ്ഥാനം എനിക്കാണ് കിട്ടിയത്. ഞാൻ അവൾക്ക് കൊടുത്തത് സ്നേഹമാണ്. എൻ്റെ മോളുടെ ചിരിയും കളിയുമെല്ലാം ഞാൻ ഏറ്റുവാങ്ങിയത് എൻ്റെ നെഞ്ചിലാണ്. ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല, എനിക്കെൻ്റെ മോളെ തിരിച്ചു വേണം. എനിക്കറിയാം അവൾക്കൊരു ചെറിയ പനി വന്നാൽ പോലും, ഒരല്പം ചോര പൊടിഞ്ഞാൽ പോലും അത് സഹിക്കാൻ കഴിയാതെ എൻ്റെ നെഞ്ച് പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ മോളുടെ ഈ അവസ്ഥ സഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ മോൾക്ക് വേണ്ടി എൻ്റെ പ്രാണൻ മാത്രമല്ല, എൻ്റെ ആയുസ്സും ഞാൻ കൊടുക്കും. എന്നാലും എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അർച്ചന ഗൂഗിളിനോട് പറയുന്നു. ഇത്രയും അധികം സ്നേഹിക്കുന്ന അർച്ചനയ്ക്ക് എങ്ങനെയാണ് എൻ്റെ മോളെ വിട്ടു പോകാൻ സാധിക്കുന്നത്? അമ്മയുടെ സ്ഥാനത്ത് അവൾക്ക് സമൃദ്ധിയില്ലാതെ കഴിയില്ല. അതുപോലെ തന്നെ സമൃദ്ധിക്ക് മോളില്ലാതെയും പറ്റില്ല. എൻ്റെ മോൾക്ക് വേണ്ടി അർച്ചനയെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ പിടിച്ചു നിർത്തിയേ പറ്റൂ. എൻ്റെ മോളുടെ ജീവനാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഗൂഗിൾ. ശേഷം അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക ഇപ്പോൾ മൂർത്തിയോടും സന്ദീപിനോടുമായി പറയുന്നുണ്ട്. ഏതോ ഒരു സുഗതൻ മേനോൻ്റെ മുന്നിൽ തോറ്റിട്ട് വന്ന് നിൽക്കുകയാണ് രണ്ടുപേരും. ഇത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, ഏട്ടത്തി, നമ്മൾ വിചാരിച്ചതുപോലെയല്ല അയാൾ. എത്ര തല്ലുകൊണ്ടിട്ടും അയാൾ ഒന്നിനും വഴങ്ങുന്നില്ല. ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യത്തിലാണ് ഇപ്പോൾ അവന്തിക. മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അയാളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെന്തിന് എൻ്റെ കൂടെ നിൽക്കുന്നത്? അമ്മാവനും അയാളും തമ്മിലുള്ള ബന്ധം ഒരു സൗഹൃദ ബന്ധം മാത്രമായിരുന്നില്ല. അയാൾ ഈ കേസിൽ ഇടപെട്ടത് പോലും വ്യക്തമായൊരു കാരണത്തോടെയും ലക്ഷ്യത്തോടെയുമാണ്. അല്ലെങ്കിൽ അമ്മാവനെ കൊന്ന കേസിലേക്ക് അയാൾ വെറുതെ കയറി വന്നതല്ല. അയാൾ ഇനി ജീവിച്ചിരിക്കുന്നത് നമുക്ക് അപകടമാണെന്നും അവന്തിക പറയുന്നു. അയാളൊരു പരാതി കൊടുത്താൽ പോലീസ് നമ്മളിലേക്ക് അന്വേഷിക്കുമെന്ന് സന്ദീപ് പറയുമ്പോൾ അത് നമ്മളിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് പുറത്ത് വിടുന്നത് ആലോചിക്കാനും വയ്യ എന്നും സന്ദീപ് പറയുന്നു. ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് ഈ കേസ് പിൻവലിപ്പിച്ചേ പറ്റൂ. കേസിൻ്റെ വിചാരണയും വിസ്താരണവും ഉടനെ നടക്കും. പിന്നെ അയാളെ കാണാതായാൽ രാജീവ് പിന്നാലെ അന്വേഷിച്ചു വരികയും ചെയ്യുമെന്ന് അവന്തിക പറയുന്നുണ്ട്. എന്തായാലും അയാളെ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കേസ് പിൻവലിച്ച് തീരുമാനമെടുത്തില്ലെങ്കിൽ അത് ശരിയാകില്ല എന്ന് മൂർത്തിയും പറയുന്നു. അയാൾ ഇനി ഭൂമുഖത്ത് വേണ്ട, അമ്മാവൻ്റെ കൂടെ തന്നെ അയാളും പോയിക്കോട്ടെ എന്നിങ്ങനെ അവന്തിക പറയുന്നുണ്ട് അവരോട്. പിന്നീട് ഇപ്പോൾ സുഗതൻ മേനോനെ കാണിക്കുന്നുണ്ട്. സന്ദീപ് ഇപ്പോൾ സുഗതൻ മേനോൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും സത്യം പറയണം, തന്നെ ആരാ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. തല്ലിക്കൊന്നാലും എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അങ്ങനെ ആരുമല്ല. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അനിരുദ്ധൻ. അവനെ കൊന്ന ഒരാളെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ സുഗതൻ മേനോൻ പറയുന്നുണ്ട്. വല്ലവരെ രക്ഷിക്കാൻ വേണ്ടി ചാകാൻ പോകുന്നല്ലേ? നിന്നെക്കൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ നിർത്തിക്കുമെന്നൊക്കെ ഇങ്ങനെ സന്ദീപ് അയാളോട് ദേഷ്യപ്പെട്ട് പറയുന്നു. വല്ലവരെ രക്ഷിക്കാൻ വേണ്ടി ചാകാൻ പോകുന്നു അല്ലേ? ഇതിനകത്ത് നിന്ന് നീ ജീവനോടെ പുറത്തു പോകാമെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ സന്ദീപ് പറയുമ്പോൾ സുഗതൻ മേനോൻ പറയുന്നുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തി അനുസരിക്കാനുള്ള ഓണമൊന്നും നീ ഉണ്ടിട്ടില്ലട മോനെ. സ്വന്തം ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് നിന്റെ കുടുംബം തകർത്തവർക്ക് വേണ്ടിയിട്ടല്ലേ നീ ഗുണ്ടാപ്പണി ചെയ്യുന്നത്? അതിന് നീ അനുഭവിക്കും എന്നും സുഗതൻ മേനോൻ പറയുന്നു. എന്നാൽ പിന്നെ നീ ഇപ്പം തന്നെ ചാകും. നീ ജീവിച്ചിരുന്നുള്ളത് ഭൂമിക്ക് തന്നെ അപകടമാണെന്നും
എന്ന് പറഞ്ഞ് സന്ദീപ് ഇപ്പോൾ സുഗതൻ മേനോനെ തല്ലുന്നുണ്ട്. ആ തല്ലുന്ന വഴിയിൽ സുഗതൻ മേനോൻ്റെ പോക്കറ്റിൽ നിന്നും എന്തോ ഒരു സാധനം താഴേക്ക് തെറിച്ച് വീഴുന്നു. അത് അവന്തികയാണ് എടുക്കുന്നത്. ഇതെന്താ സ്മാർട്ട് വാച്ചാണോ? ഇതൊക്കെ വളരെ വിലപിടിപ്പുള്ളതല്ലേ? ആളെ തല്ലുമ്പോൾ ഇതൊക്കെ നോക്കണ്ടേ എന്ന് അവന്തിക പറയുന്നുണ്ട്. എന്തേ നോക്കട്ടെ എന്ന് പറഞ്ഞ് സന്ദീപ് ഇപ്പോൾ അത് അവന്തികയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു. ഇതങ്ങനെ വെറും ഒരു സ്മാർട്ട് വാച്ച് അല്ലല്ലോ ഏട്ടത്തി, ഇതൊരു ലൊക്കേഷനും കൂടിയാണ് എന്ന് പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്. കൊള്ളാം, ഇവനപ്പോൾ ലൊക്കേഷനും അയച്ച് കൊടുക്കുന്നുണ്ടല്ലേ? ഇത് കേട്ട് അവന്തികയും പറയുന്നുണ്ട്, രക്ഷപ്പെടുത്താൻ ഉടനെ ആൾ വരുമല്ലേ? ആർക്കാടാ താൻ ഇത് അയച്ചു കൊടുത്തത്? രാജീവിനാണോ എന്നൊക്കെ ഇങ്ങനെ അവന്തിക ചോദിക്കുന്നുണ്ട്. നോക്ക്, ഇവനിത് ആരുടെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തതെന്ന്. അങ്ങനെ സന്ദീപ് ഇപ്പോൾ അത് പരിശോധിക്കുന്നു. ഓ, രാജീവ് സാറ്, അതാ പോലീസുകാരൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രക്ഷപ്പെടാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത് അല്ലേ? പക്ഷെ മേനോനെ, താൻ ഏറ്റുമുട്ടാൻ വരുന്നത് അവന്തികയോടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേടോ? അവന്തികയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാമെന്ന് താൻ കരുതിയോ? എന്നെക്കുറിച്ച് തനിക്ക് ശരിക്കും അറിയില്ല. തീയിൽ കുരുത്തവളാണ് ഞാൻ. ഒരുപാട് ശത്രുക്കൾ എൻ്റെ മുന്നിലും പിന്നിലും എല്ലായിടത്തുമുണ്ട്. പക്ഷേ അവരെ എല്ലാം വെട്ടിവീഴ്ത്തി മുന്നോട്ട് പോയ ചരിത്രമേ ഉള്ളൂ ഈ അവന്തികയ്ക്ക്. പിന്നെയാണോ തന്നെപ്പോലെയുള്ള ഈ ഒരു ചെറിയ തീപ്പൊരി സുഗതൻ മേനോൻ എന്നൊക്കെ അവന്തിക്ക് അഹങ്കാരത്തോടെ പറയുമ്പോൾ സുഗതൻ മേനോൻ പറയുന്നുണ്ട്, ഏത് കാട് കത്തിക്കാനും ഒരു ചെറിയ തീപ്പൊരി മതി മേഡം. അത് മറക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇവിടെ വെച്ച് കൊല്ലാം. പക്ഷേ എന്നാലും നിങ്ങൾക്കെതിരെ വരുന്നത് ഒരു തീക്കാറ്റാണെന്ന് സുഗതൻ മേനോൻ പറയുന്നു. CI രാജീവാണോ താൻ ഈ പറഞ്ഞ തീക്കാറ്റ്? ഇപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നത് പോലും എൻ്റെ ഭിക്ഷയാണ്. ദേ, ഈ മൂർത്തിക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം. ഇല്ലെങ്കിൽ അയാൾ ഇപ്പോൾ അയാളുടെ 1ാം ചരമവാർഷികം ആഘോഷിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുന്നു. ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇയാളെ പെട്ടെന്ന് തന്നെ തീർത്തേക്കാമെന്ന് മൂർത്തി പറയുമ്പോൾ, അത് വേണ്ട, അയാൾക്ക് നമ്മൾ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കാൻ എന്ന് സന്ദീപ് പറയുന്നുണ്ട്. സന്ദീപെ, ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ആ രാജീവ് ഇവിടെ എത്തും എന്ന് അവന്തിക പറയുന്നുണ്ട്. ഒരിക്കൽ എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ഒരവസരമാണ്. ഇത്തവണ ഞാനത് പാഴാക്കില്ല എന്ന് മൂർത്തിയും പറയുന്നു. ഇയാളെ മാറ്റണം. ഇയാളുടെ പൊടി പോലും രാജീവിന് കിട്ടരുതെന്ന് അവന്തിക. ഇന്നത്തോടെ എനിക്ക് പിന്നാലുള്ള അയാളുടെ ഓട്ടം അവസാനിപ്പിക്കണമെന്നും അവന്തിക പറയുന്നു. അങ്ങനെ ഇപ്പോൾ രാജീവിനാണ് കാണിക്കുന്നത്. രാജീവ് ഇപ്പോൾ അവിടേക്കുള്ള ലൊക്കേഷൻ പരിശോധിക്കുകയാണ്. അവിടേക്ക് പോകാനായി തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട് രാജീവ്. ശേഷം കമലയെ കാണിക്കുന്നു. കമലയുടെ മടിയിൽ അർച്ചന ഇരിക്കുന്നത് പോലെ സ്വപ്നത്തിൽ കാണുകയാണ് ഇപ്പോൾ കമല. അർച്ചനയുടെ വിവാഹം നടക്കുന്നതും അങ്ങനെ അർച്ചനയുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കമല ഇപ്പോൾ സ്വപ്നത്തിൽ കാണുന്നു. അച്ചുമോളെ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഞെട്ടി ഉണർന്നിരിക്കുകയാണ് കമല. അച്ചുമോളെ, എൻ്റെ മോൾ എവിടെ പോയി അച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കമല. എന്താ ആൻറ്റി, എന്ത് പറ്റി എന്ന് ചോദിച്ച് അനഘ അവിടേക്ക് വരുന്നുണ്ട്. എൻ്റെ അച്ചുമോൾ എവിടെ പോയി എന്ന് കമല ചോദിക്കുന്നു. എൻ്റെ അച്ചുമോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൾ എങ്ങോട്ടും പോയില്ല, അവൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട് അച്ചുമോളെ എന്നൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ അർച്ചനയെ വിളിക്കുകയാണ്. എന്താ അമ്മ, എന്ത് പറ്റിയെന്ന് ചോദിച്ച് സച്ചി ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. അർച്ചന എടുത്തിയ സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു എന്ന് അനഘ പറയുന്നുണ്ട്. നീ അവളെ കണ്ടില്ലേ, അവൾ എങ്ങോട്ടേ പോയത്, അവളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നൊക്കെ സച്ചിയോട് പറയുകയാണ് ഇപ്പോൾ കമല. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ കരയാതെ അവിടെ വന്ന് കിടക്ക്, ഞാൻ അടുത്ത് തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇപ്പോൾ കമലയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അനഘ സച്ചിയുടെ കയ്യിൽ ആ മരുന്നെടുത്ത് കൊടുക്കുന്നു. അങ്ങനെ കമലയെ മരുന്ന് കഴിപ്പിക്കുകയാണ് സച്ചി. അമ്മ ഇനി കിടന്നു ഉറങ്ങി നിൽക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ കമലയെ കിടത്തുന്നു. അച്ചുമോൾ വന്നാൽ എന്നെ വിളിക്കണമെന്ന് കമല പറയുന്നുണ്ട്. ആ, വിളിക്കാമെന്നും അവർ പറയുന്നു. അനഘ ഇപ്പോൾ സച്ചിയോട് സംസാരിക്കുന്നുണ്ട്. ഏട്ടാ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ അനഘ പറയുന്നു. ഈ കഴിഞ്ഞ 10 വർഷവും ഏട്ടത്തിൽ പോയതിൻ്റെ പേരിൽ ആൻറ്റിക്ക് വിഷമമുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അർച്ചനേട്ടത്തി മരിച്ചു എന്ന് പറഞ്ഞ് ബലിയിടാൻ പോയതാണ്. പക്ഷേ ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്നതുപോലെയാണ് സംസാരം. എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ട് കുറച്ച് നാളായി. ആൻറ്റിയോ സച്ചിയേട്ടനോ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ? എന്താ സച്ചിയേട്ടാ, എന്താ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അനഘ ചോദിക്കുന്നു. എന്നാൽ സച്ചി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സംശയിച്ചത് വെറുതെയല്ല, ഇവരെന്തോ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്ന് അനഘ മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഇപ്പോൾ കമലയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് അവിടെ നിന്ന് ചെറുതായി മയങ്ങി പോവുകയാണ്. പെട്ടെന്ന് അമ്മ എന്ന് പറഞ്ഞ് ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഗൗരി കിടക്കുന്നത് കാണുന്നു. എൻ്റെ അമ്മ അവിടെ അനുഭവിക്കുന്ന സങ്കടം ആർക്കും സഹിക്കാൻ കഴിയില്ല. ഇനിയും ഞാനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ അത് ശരിയാകില്ല. പക്ഷേ എൻ്റെ മോള് ഗൗരി ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.